നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശന്റെ ക്യാബിനറ്റിൽ ആരൊക്കെ മന്ത്രിമാരാകും എന്ന ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു. അപ്രതീക്ഷിതമായി ജനീഷ് മന്ത്രിസഭയിൽ എത്തുകയാണ്. പക്ഷേ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച ചിലരുണ്ട്, അവർ അന്ത്യനിമിഷത്തിൽ വെട്ടിത്തള്ളപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മൻ, വി.ടി. ബൽറാം അടക്കമുള്ളവരൊക്കെ മന്ത്രിയാകുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അവരാരും മന്ത്രിയായിട്ടില്ല. പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കണമെന്നാവശ്യമായ ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയിരുന്നു. ഈ ക്യാബിനറ്റിൽ സമുദായത്തിന് ആവശ്യമായ പരിഗണന കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും സഭയെ പ്രതിനിധീകരിച്ച് ഗി വർഗീസ് മാർ യൂലിയോസ് പ്രതികരിച്ചിരുന്നു. മന്ത്രിസഭയിൽ പരിഗണിച്ചില്ലെങ്കിൽ പോലും പരാതിയില്ല, എങ്കിലും ആഗ്രഹമുണ്ടെന്നും പരിഗണിക്കുമെന്ന വിശ്വാസമുണ്ട് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ മന്ത്രിയല്ല എന്നത് പലരെയും വലിയ രീതിയിൽ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. വി.ഡി. സതീശന്റെ ക്യാബിനറ്റിൽ പരിഗണിക്കപ്പെടാതെ പോയ യുവ MLA-മാരിൽ പ്രധാനി ചാണ്ടി ഉമ്മനാണ്. 2023-ൽ 37,000-ലധികം വോട്ടിന് നിയമസഭയിലെത്തി ചാണ്ടി വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ മുഖമായി മാറിയിരുന്നു. പ്രതിപക്ഷത്തിലായിരുന്ന UDF സംഘം ഏറ്റെടുക്കുന്ന പല വിഷയങ്ങളിലേക്കും ആദ്യം എടുത്തു ചാടിയതും ചാണ്ടി ഉമ്മനാണ്. ആശാസമരവും കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചപ്പോഴും സാധാരണക്കാരന്റെ ശബ്ദമായി ചാണ്ടി ഉമ്മൻ രംഗത്തുണ്ടായിരുന്നു. അത്തരത്തിൽ ജനസമ്മതിദായകനായ ഒരു വ്യക്തിയെ എന്തിനു തഴഞ്ഞു എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കിട്ടിയ 3 വർഷം കൊണ്ട് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഓടി നടന്ന് അടിസ്ഥാന വിഭാഗം മനുഷ്യരെ കാണുകയും പിതാവായ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി ഭവനങ്ങൾ നിർമ്മിച്ച് നൽകാനും സാധിച്ചത് രാഷ്ട്രീയക്കാരനായ ചാണ്ടി ഉമ്മനെ ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങൾക്ക് സ്വീകാര്യനാക്കിയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ചാണ്ടി ഉമ്മനെ തടഞ്ഞു? ഇതൊരു പ്രതികാര നടപടിയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും താൻ മന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, താൻ മന്ത്രിയാകാത്തതിൽ തനിക്ക് അതൃപ്തിയുമില്ല എന്ന പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് നടത്തിയത്. എന്തായാലും ക്യാബിനറ്റ് പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയിട്ടില്ല. അദ്ദേഹം അവിടേക്ക് മന്ത്രിമാരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഇല്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായി പെടുന്നുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയും കേന്ദ്ര നേതൃത്വവും കൂടി നടത്തിയ അവസാനഘട്ട ചർച്ചകളെ തുടർന്നാണ് ചില സുപ്രധാന തീരുമാനങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്നത്. റോജി എം ജോൺ, OJ ജനീഷ്, KA തുളസി എന്നിവരുടെ കാര്യത്തിലാണ് ഡൽഹി ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള തീരുമാനം വന്നത്. സണ്ണി ജോസഫിനെ കൂടാതെ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൂടി ഉൾപ്പെടുത്താനായിരുന്നു ധാരണ. റോജിയെ കൂടാതെ ചാണ്ടി ഉമ്മനും മാത്യു കുഴൽനാടനും സജീവ പരിഗണനയിലുണ്ടായി. സാമുദായിക ഉപഘടകങ്ങൾ അനുകൂലമല്ലെങ്കിലും റോജി മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു വി.ഡി. സതീശന്. അതെന്തായാലും സാധ്യമായിരിക്കുകയാണ്. അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. AICCയുടെ കൂടി അഭിപ്രായം തേടുക എന്നതും ഏറ്റവും നിർണായകമായിരുന്നു. നിലവിൽ AICC സെക്രട്ടറി ആണെന്നത് റോജിക്ക് അനുകൂല ഘടകമായി മാറി മന്ത്രി പദവിയിലേക്ക് എത്താൻ. NSU ദേശീയ അധ്യക്ഷ പദം വഹിച്ചിട്ടുള്ള റോജി നിയമസഭയിൽ 3ാം ടൈമിലാണ് എത്തുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതും കൂടി മന്ത്രിപദത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കാൻ എളുപ്പമായി. എന്നാൽ OJ ജനീഷിന്റെ വരവ് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ജനീഷ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിലൊരു മന്ത്രി പദവി തനിക്ക് കിട്ടുമെന്ന്. M. ലിജു, ബിന്ദു കൃഷ്ണൻ എന്നിവർക്കൊപ്പം ആ സമുദായത്തിൽ നിന്ന് ഒരാൾ കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഒടുവിൽ ജനീഷിന് അനുകൂലമായി മാറുകയായിരുന്നു. K. ജയന്ത്, സേനാപതി വേണു എന്നിവരും ഈ ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടു. 3 പേരും ആദ്യമായാണ് MLA ആകുന്നത് എന്നതിനാൽ അക്കാര്യത്തിൽ ആർക്കും സീനിയോറിറ്റി ഉണ്ടായില്ല. കോഴിക്കോടൻ പ്രാതിനിധ്യം ജയന്തിന് അനുകൂലമാകുമെന്ന സൂചന ശക്തമായെങ്കിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണെന്നത് AICC കണക്കിലെടുക്കുകയും ചെയ്തു. 10 വർഷമായി പ്രതിപക്ഷത്ത് നിന്ന് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരം എന്ന നിലയ്ക്ക് കൂടിയാണ് ജനീഷിന്റെ തിരഞ്ഞെടുപ്പ്. ഈ ക്യാബിനറ്റിൽ ആരൊക്കെയുണ്ട് എന്ന പട്ടിക പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു വി.ടി. ബൽറാം. തൃത്താലയുടെ MLA എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇതൊരു പ്രതിഷേധ ചിത്രമാണോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതായത് മന്ത്രിയാക്കാത്തതിൽ MLA ആയി തന്നെ തുടരും, തൃത്താലയുടെ MLA ആയി തന്നെ താൻ ഉണ്ടാകും എന്ന തരത്തിലൊരു പ്രതിഷേധ പോസ്റ്റാണോ വി.ടി. ബൽറാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന ചോദ്യവും ഉയർന്നിരുന്നു. എന്തായാലും ചാണ്ടി ഉമ്മൻ ഒഴിവായതും ജനീഷിനെ പരിഗണിക്കാൻ കാരണമായി. റോജിക്ക് പകരം ചാണ്ടി ഉമ്മൻ മന്ത്രിയായിരുന്നുവെങ്കിൽ യുവ പ്രാതിനിധ്യം ഉറപ്പാകുമായിരുന്നു. ഈ സാഹചര്യത്തിൽ ജനീഷിന് പകരമായി ഒരുപക്ഷെ ജയന്ത് എത്തിയേനെ. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 2 പേർ വരണമെന്ന ധാരണ രൂപപ്പെട്ടതോടെ തുളസിയും VP സജീന്ദ്രനും രമ്യ ഹരിദാസുമാണ് പരിഗണിക്കപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് K. മുരളീധരൻ മന്ത്രിയായതും പാലക്കാട് നിന്ന് വേറെ കോൺഗ്രസ് പ്രതിനിധി ഇല്ലാതായതും രമ്യ ഹരിദാസിന്റെ സാധ്യത കുറച്ചു. എറണാകുളത്ത് നിന്ന് ഘടകകക്ഷികളുടേതടക്കം 4 മന്ത്രിമാർ വന്നു. ഇതോടെ സജീന്ദ്രൻ മന്ത്രിയാകില്ല എന്നുറപ്പായി. റോജിയോ ലീഗിന്റെ അബ്ദുൽ ഗഫൂറോ ഉൾപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സജീന്ദ്രൻ ഒരു ടൈം മന്ത്രിയാകുമായിരുന്നു. T. സിദ്ദിഖ്, അൻവർ സാദത്ത്, ഷാനിമുൾ ഉസ്മാൻ
എന്തായാലും ആരോഗ്യ വകുപ്പാണ് മുരളീധരൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സതീശൻ മന്ത്രിസഭയിലെ വകുപ്പുകൾ മൊത്തം KC വേണുഗോപാൽ പക്ഷം കൈയടക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ പലർക്കും പല വകുപ്പുകൾ പലർക്കും മന്ത്രിസ്ഥാനം വരെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു. അതേസമയം ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. ഇനി അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വിശ്വസ്തയോടും മനസാക്ഷിയെ ഉന്നതിയും നിർവഹിക്കുന്നതും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതും എന്റെ അറിവിൽ വരുന്നതുമായ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ